വേനൽക്കാലത്ത് തന്നെ ചൂടുകുരു വരാൻ സാധ്യതയുള്ളത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നിങ്ങൾ സൺ എക്സ്പോഷർ കൂടുതലായി ഏൽക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിംഗ് എൻവയൺമെന്റ് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ആയിട്ടുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും നമ്മളുടെ സമ്മർ സീസൺ റെജിമെന്റ്സ്, അതായത് വേനൽക്കാല ചര്യകൾ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ, അതായത് നിങ്ങളുടെ ആഹാരത്തിൽ ഒത്തിരിയായി നോൺ വെജ് ഇൻക്ലൂഡ് ചെയ്യുക, അല്ലെങ്കിൽ ഹൈഡ്രേഷൻ നിങ്ങൾ ബോധർ ചെയ്യാത്തവരാണെങ്കിൽ, മദ്യപാനം ചെയ്യുന്നവർ, അല്ലെങ്കിൽ നിങ്ങൾ സമ്മർ സീസണിൽ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സിന് പോലെ കോട്ടൺ അല്ലാത്ത ഡ്രസ്സുകൾ ധരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമ്മൾ ചൂടുകുരുവിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. വേനൽക്കാലത്ത് നമ്മളെല്ലാം വളരെയധികം അലട്ടുന്ന ഒരു സ്കിൻ കണ്ടീഷനാണ് ഈ ചൂടുകുരു. ഇത് കുട്ടികളിലും മുതിർന്നവരിലും ഒരേപോലെ കണ്ടുവരുന്ന ഒരു കണ്ടീഷൻ കൂടിയാണ്. ആദ്യമായി എന്താണ് ഈ ചൂടുകുരു നമുക്ക് മനസ്സിലാക്കാം. വിയർക്കുന്നത് നമ്മുടെ ബോഡിയുടെ ഒരു നാച്ചുറൽ ടെമ്പറേച്ചർ റെഗുലേറ്റിംഗ് മെക്കാനിസമാണ്. എന്തെങ്കിലും കാരണത്താൽ ഈ മെക്കാനിസത്തിന് ഒരു പ്രശ്നം വരികയാണെങ്കിൽ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വെറ്റ് ഗ്ലാൻസിന്റെ ഡക്റ്റുകളുണ്ട്. അത് എന്തെങ്കിലും കാരണത്താൽ ബ്ലോക്ക് ആവുകയാണെങ്കിൽ അവിടെ വിയർപ്പ് തങ്ങി നിൽക്കുകയും അവിടെ ഒരു ലോക്കലായിട്ടൊരു ഇൻഫ്ലമേറ്ററി മെക്കാനിസം വർക്ക് ചെയ്യും. അതിന്റെ ഫലമായി ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാകും. അതാണ് ചൂടുകുരു. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ നോക്കാം. കാരണം വേനൽക്കാലത്ത് ഇതൊരു എന്തായാലും വരുന്ന ഒരു ഇതായതുകൊണ്ട് ഇതിൽ പ്രോണായ ആൾക്കാർക്ക് എന്തൊക്കെ ചെയ്ത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ നോക്കാം. ആദ്യമായി നമ്മുടെ ബോഡി എപ്പോഴും കൂളായി മെയിൻറ്റെയിൻ ചെയ്യുക. അതിനായി ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ വെള്ളം കണ്ടന്റ് ഉള്ള, വാട്ടർ കണ്ടന്റ് അധികമായുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. കുളിക്കുന്നത് എപ്പോഴും തണുത്ത വെള്ളം മാത്രം പ്രിഫർ ചെയ്യുക. ഈ ധരിക്കുന്ന വസ്ത്രമാണെങ്കിൽ തന്നെ അത് ലൈറ്റ് ആൻഡ് വൈറ്റ് കളേർഡ് മാക്സിമം പ്രിഫർ ചെയ്യുക. കോട്ടൺ ക്ലോത്ത് പ്രിഫർ ചെയ്യുക. കാരണം സിന്തറ്റിക് ഫൈബേഴ്സ് ആയ പോളിസ്റ്ററും നൈലോണും പോലെ അല്ല കോട്ടൺ. അത് നമ്മളുടെ ചൂടിനെ അത് പിടിച്ചു നിർത്തുകയില്ല. അത് കാരണം നമ്മൾക്ക് ബ്രീത്തബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് നമ്മൾ കൂടുതലും ധരിക്കേണ്ടത്. ഇപ്പോൾ ചൂടുകുരു വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ തന്നെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം. നമുക്കറിയാം, നമ്മൾ കുളിക്കുന്ന വെള്ളമാണെങ്കിൽ ഒന്നെങ്കിൽ രാമച്ചം, അല്ലെങ്കിൽ നാൽപ്പാമരപ്പട്ട, അല്ലെങ്കിൽ ആര്യവേപ്പ്, അല്ലെങ്കിൽ ആര്യവേപ്പും പച്ചമഞ്ഞളും ചതച്ചത്, ഇതൊക്കെ വെച്ച് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുക. ഇതൊക്കെ ഒരു ആന്റി ബാക്ടീരിയൽ ആൻഡ് കൂളിംഗ് നേച്ചർ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ഒക്കറൻസ് നമുക്ക് തടയുകയും ഇത് മാനേജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ എക്സ്റ്റേണലി നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഈ ആര്യവേപ്പ് ഒന്നെങ്കിൽ അരച്ച് പേസ്റ്റ് ആക്കി ഇടാം ആ സ്ഥലത്ത്, അല്ലെങ്കിൽ ആര്യവേപ്പ് ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് പുഴുങ്ങിയില്ല നമുക്ക് പേസ്റ്റ് ആക്കി ഇടാം. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ, ഉരുക്ക് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്തിട്ട് ശേഷം നമുക്ക് ഒരു 20 മിനിറ്റിന് ശേഷം കുളിക്കാവുന്നതാണ്.